ഹായ് ഹലോ, ചിന്നൂസ് കിച്ചൺ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് വൈകിയാണ് എണീറ്റത്, കാരണം അമ്മയ്ക്ക് ഇന്ന് വർക്കില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകിയാണ് വർക്കില്ലാത്ത സമയമൊക്കെ 8 മണി 7:30 ആവും കേട്ടോ ഇവിടെ എണീക്കാൻ. കാരണം ഞങ്ങളിപ്പോൾ 2 പേരല്ലേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അനിയനും കൂടി ഇല്ല ഇവിടെ. അനിയനും ഏട്ടൻ്റെ അപ്പം തന്നെയാണ് വർക്കിന് പോയിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു വ്യൂ കണ്ടില്ല നിങ്ങൾ? വാതിൽ തുറന്നപ്പോൾ തന്നെ ആ വ്യൂ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പിന്നെ കുക്ക് ചെയ്യണത് പുറത്ത്. ഞങ്ങൾ ഇവിടെ അധികം പുറത്താട്ടോ കുക്ക് ചെയ്യൽ, കാരണം നല്ല കാറ്റും വെളിച്ചമുണ്ടാവും. നമ്മൾ ഉള്ളിൽ കുക്ക് ചെയ്യണേക്കാട്ടും ഇഷ്ടം ഞങ്ങൾക്ക് അമ്മയ്ക്കാണെങ്കിലും പുറത്ത് കുക്ക് ചെയ്യുക, അവിടെ ഇരിക്കുക, അവിടെ വന്ന് ചായ കുടിക്കുക, അതൊരു രസമാട്ടോ. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ ഇരുന്നൊക്കെ ചായ കുടിക്കാനൊക്കെ ആണെങ്കിലും. അപ്പം ഞാൻ റിച്ചൂട്ടനും പല്ലൊക്കെ തേച്ചു. അപ്പോൾ അവനിപ്പോൾ ഒറ്റയ്ക്കാട്ടോ പല്ലൊക്കെ തേപ്പ് ഒറ്റയ്ക്കൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബ്രഷ് എടുത്തിട്ട് ഞാൻ പേസ്റ്റൊക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ കുറച്ചൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ച് വരുന്നു കേട്ടോ അവന്. അപ്പോൾ പല്ലൊക്കെ തേച്ച് വരുമ്പോഴേക്കും ഞാൻ ചായ വെച്ചു കേട്ടോ. കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഷുഗർ കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. എത്ര ദിവസം പോകുന്നൊന്നും അറിയില്ല. അപ്പോൾ ചായ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് കുടിക്കാറില്ല. അപ്പോൾ അമ്മയ്ക്ക് മാത്രമായിട്ട് ഞാൻ ഒരു 2 ഗ്ലാസ് ചായ മാത്രമേ വെച്ചിട്ടുള്ളൂ. റിച്ചുട്ടനാണെങ്കിലും ചായ കുടിക്കാറില്ല കേട്ടോ. അവന് ചെറുപ്പം മുതലേ ഞങ്ങൾ ചായ കുടിപ്പിക്കാറില്ല. എന്തൊരു കഴിക്കുമ്പോഴാണെങ്കിലും ചൂടുവെള്ളമാണ്, തിളപ്പിച്ച വെള്ളമാണ് അവന് കൊടുക്കാറ്. ഇപ്പോൾ 2.5 വയസ്സായി. 2.5 വയസ്സ് ഈ സമയത്ത് അവന് ചായ കുടിക്കാറില്ല. അവനക്ക് ഇഷ്ടമല്ല കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് കൊടുത്തു കഴിഞ്ഞാലും കട്ടൻ ചായ ആയിട്ട് അങ്ങനെ അവന് ഇഷ്ടമില്ല, കുടിക്കാറുമില്ല. എപ്പോഴേലൊക്കെ പാൽ ചായ കുടിച്ചാലായി. അപ്പോൾ എപ്പോഴും അവന് ചിലപ്പോൾ കട്ടൻ ചായ എടുത്ത് കൊടുത്താലും വേണ്ട എന്ന് പറയുള്ളൂ കേട്ടോ അവന്. അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് അങ്ങനെ പഠിപ്പിക്കണം നല്ലതാണ്. കട്ടൻ ചായ കുറച്ചൊക്കെ കുട്ടികൾക്ക് കൊടുക്കാതെ നിൽക്കണമെന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ടല്ലോ, കട്ടൻ ചായ കൊടുക്കരുത് കുട്ടികൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ അവന് കുറച്ചൊക്കെ ഞങ്ങൾ നല്ല ശീലങ്ങൾ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടു. അമ്മ ഇന്നലെ പച്ചരി വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ കലക്കി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച ഗോതമ്പ് പൊടിൻ്റെ മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കറി ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കറി ഇന്നലെ നിങ്ങൾ ഷോർട്ട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ കറീൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറിയാട്ടോ ഞാനിന്ന്, കാരണം അത് വറ്റിച്ചെടുത്തതായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ തലേന്നത്തെ മീൻ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് കഴിച്ച് നോക്കൂ കേട്ടോ, തലേന്നത്തെ മീൻ കറിയും ദോശയും കൂട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ പിന്നെ അടുപ്പ് ചെറുതായിട്ടൊന്ന് വിണ്ടിട്ട് ആ സൈഡൊക്കെ പൊട്ടിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തേച്ച് പിടിപ്പിക്കുമായിരുന്നു. കാരണം നമ്മൾ ദിവസം മണ്ണിൻ്റെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി പോവലുണ്ട് അതേ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പോഴേക്കും ഞാൻ ചായ കുടിച്ചിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ച് പിന്നെ ചോറുണ്ടാക്കിയത് അപ്പുറത്തെ അടുപ്പിലാട്ട് ഉണ്ടാക്കിയത്. കാരണം ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ട് ആ ചൂടൊക്കെ ആറാൻ വേണ്ടി ഞാൻ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ശേഷം അടുക്കളയ്ക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ ചായ കുടിച്ചിട്ട് പാത്രങ്ങളൊക്കെ പുറത്തുനിന്നിട്ടാണ് കേൾക്കിയത്. അപ്പോൾ അമ്മ പാത്രം പുറത്തുനിന്ന് കേൾക്കിയപ്പോൾ ഞാൻ ഉള്ളത്തെ പണികളൊക്കെ സ്ലാവുകളൊക്കെ ഒന്ന് തുടച്ചിട്ട് സിങ്കൊക്കെ നല്ലോണം ഒന്ന് കേൾക്കിയിടാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അമ്മ പാത്രം കഴുകുന്നുണ്ട്. പാത്രം കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം അമ്മ എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വർത്തമാനം പറയട്ടെ അമ്മേനോട് എന്തൊക്കെയാണ് പറഞ്ഞിട്ട്. കാരണം കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പം മൺചട്ടീൻ്റെ ഒക്കെ ആയതുകൊണ്ട് കരി പിടിച്ചതായതുകൊണ്ട് സിങ്കിൽ കരി ആവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പുറത്ത് കൊട്ടത്തലത്തിൽ വെച്ചിട്ട് കേൾക്കണത്. അപ്പോൾ പിന്നെ ചോറിനുള്ള വെള്ളം തെളിച്ചിരുന്നു കേട്ടോ. ചോറിനുള്ള വെള്ളം തെളിച്ചപ്പോൾ ഞാൻ അരി ഇട്ടു. കുറച്ച് അരി ഇട്ടിട്ടുള്ളൂ, ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ അവിടെ കുറേ ഒന്നും അടിച്ചു വരാക്കണ്ടായിരുന്നു കേട്ടോ. കാരണം അമ്മ അവിടെ അടുപ്പിൻ്റെ ഒക്കെ ഇതൊക്കെ ചെയ്തപ്പോൾ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ ഒന്ന് അടിച്ചു വരി. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, അടുപ്പിൽ ചൂല് കൊണ്ട് അടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഒക്കെ നിങ്ങൾ പറയണത്, അഭിപ്രായം പറയുന്നത് ഇഷ്ടമാണ്. അതെനിക്ക് ഇഷ്ടമായി. പിന്നെ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ചൂല് കൊണ്ട് തുടയ്ക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ
അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു തുണി കൊണ്ട് തുടയ്ക്കണം, ചൂല് കൊണ്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് തുണി കൊണ്ടൊക്കെ ആയിട്ട് തുടച്ചത്. അപ്പോൾ ചൂലുകൊണ്ട് ഞാനിന്ന് അടുപ്പിൽ തൊട്ടിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അതാ പാത്രം കയ്യിൽ കഴിഞ്ഞിട്ടില്ല, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ നിൽക്കണ ആ സൈഡും ഞാനൊന്ന് അടിച്ചു വരും കേട്ടോ. കാരണം ഇവിടെ വർക്ക് ഏരിയ പോലെ തന്നെ ഒരു നീളത്തിലുള്ള സ്പേസാണ്. അപ്പോൾ കുറേ അധികം സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ എന്തൊരു പണി ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം സ്ഥലം ഉണ്ടല്ലോ ഉള്ളിൽ. പിന്നെ ഞങ്ങൾക്ക് അടുക്കളയിൽ അത്ര സ്ഥലം കുറവാണ്, ചെറിയ അടുക്കളയല്ലേ. അപ്പോൾ ഞങ്ങൾ എടുത്ത ടൈമിലൊക്കെ നമുക്ക് അത്ര ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങൾ വർക്ക് ഏരിയ ആയിട്ട് ഒന്നും കൂടി ഗ്രില്ലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാമെന്നൊരു പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴല്ല, കുറേ ഒരു അനിയൻ്റെ കല്യാണമൊക്കെ ആ ടൈമിലൊക്കെ ഞങ്ങൾക്ക് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ട്. കാരണം ഒന്നും കൂടി ആ വർക്ക് ഏരിയ ഒന്ന് റെഡി ആക്കിയാൽ ഒരു വാതിലൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ ഒന്നും കൂടി അടച്ചുറപ്പായിട്ട് നിൽക്കുമല്ലോ വിചാരിച്ച് അങ്ങനെ അമ്മയ്ക്കൊരു പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അതാ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ എന്നിട്ട് അത് കൊണ്ടുവന്നു ഉള്ളിൽ. അപ്പോൾ ഞാനൊക്കെ അപ്പം തന്നെ അടക്കി എടുത്ത് വെക്കാം കേട്ടോ. കാരണം അപ്പം ചെയ്തിട്ടില്ലെങ്കിൽ അത് അവിടെ കിടക്കും, അല്ലെങ്കിൽ പിന്നെ മടിയാവും എടുത്ത് വെക്കണം, അല്ലെങ്കിൽ ആ ബേസിൽ തന്നെ അവിടെ വെക്കേണ്ടി വരും. അപ്പം ഞാനാണെങ്കിൽ എന്തൊരു പണി നമുക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പം അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്യുക, വൃത്തിയിലെടുത്ത് വെക്കുകയാണ്. അതൊരിക്കലും ശീലം കേട്ടോ. കാരണം അതെനിക്ക് അങ്ങനെ ആയിപ്പോയി. എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല, ചിലവർ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ മടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോരോ സ്വഭാവമല്ല. അപ്പോൾ എനിക്ക് അങ്ങനെയല്ല, ഞാൻ എനിക്കൊരു ഇതാണല്ലോ, അത് പൂർത്തിയാക്കണോ. ഏതൊരു പണിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പം ഏതൊരു പണി എടുക്കലാണെങ്കിലും അപ്പോൾ അതിൻ്റെ ഒരു വൃത്തിക്ക് ചെയ്താൽ അതൊരു ഇഷ്ടമാണല്ലോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കള ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ലാസ്റ്റ് അടിച്ചു വരാൻ വിചാരിച്ചു, അല്ലെങ്കിൽ പിന്നെ അടിച്ചു വരേണ്ടി വരുമല്ലോ. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരി ഇങ്ങനെ വൃത്തിയാക്കി വന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ റിച്ചോട്ടിന് പുറത്ത് പോയി കളിക്കേണ്ടത് കേട്ടോ. എനിക്കൊരു JCB ഉണ്ട് കയ്യിൽ. ആ JCB മണ്ണ് വാരി കളിക്കുന്നത് ഒരു ശീലമാണ്. അവനങ്ങനെ കളിച്ചോളൂ. ഫോൺ അങ്ങനെ പൊതുവെ ഞാൻ കൊടുക്കാറില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ കളിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് പിന്നെ അടിച്ചു വാരി, പിന്നെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് അടിച്ചു വിചാരിച്ചിട്ട്. അപ്പം ഞാനിന്ന് തുടച്ചിട്ടില്ലായിരുന്നു, കാരണം ഇന്നലെ തുടച്ചു. അപ്പം ഞാനിവിടെ ഒന്നരാടാണ് തുടയ്ക്കാറ്. ഇവിടെ പിന്നെ അങ്ങനെ വൃത്തികേടാക്കാനൊന്നും ആളില്ലല്ലോ, ദിവസം ചവിട്ടാനൊന്നും ആളില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒന്നരാടാണ് തുടയ്ക്കാറ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.